സേനാ താവളങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടന്റെ മണ്ണ് ഈ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയോട്. അത് വല്ലാത്തൊരു സംഭവവാസമാണ്. അമേരിക്കയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളൊക്കെ ഇറാനെ ആക്രമിക്കുന്നതിനെ എതിർത്ത് നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ആദ്യം സൗദി അറേബ്യ, പിന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ആര് US-ഉം ഇസ്രായേലും ആക്രമിച്ചാൽ ഞങ്ങൾ US-ന്റെ സേനാ താവളങ്ങൾ ആക്രമിക്കും. അതൊക്കെ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലാണ്. സൗദി അറേബ്യയിലുണ്ട്, UAE-യിലുണ്ട്, ഒമാനിലുണ്ട്, ഖത്തറിലുണ്ട്, അതുപോലെ കുവൈറ്റിലുണ്ട്. ഈ പ്രധാനപ്പെട്ട 8 രാജ്യങ്ങളിൽ അതുണ്ട്. അതിലൊക്കെ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ രൂക്ഷമായ അവസ്ഥയിലാണ്. എന്ന് മാത്രമല്ല, 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളും നിരവധി മറ്റു യുദ്ധക്കപ്പലുകളും എത്തിയിട്ടുണ്ട്. മൊത്തം 13 അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തന്നെ ഇറാന്റെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിന് പുറമെയാണ് ഈ 50 യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുന്നത്. അത് F-35, F-22 ഉണ്ട്. അപ്പോൾ യുദ്ധത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 10 ദിവസത്തെ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. ഇറാൻ അതിന് തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ അടിക്കും എന്നുള്ള രീതിയിൽ അവർ സയൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, റഷ്യയും രംഗത്ത് വന്നിട്ടുണ്ട്. റഷ്യയുമായിട്ട് ഇറാൻ ഇന്നലെയും അവർ സേനാഭ്യാസം നടത്തി. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. SKN ഇസ്രായേലിൽ നടന്ന ഒരു സർവേയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് 59% ഇസ്രായേലികൾ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയോടൊപ്പം ഇസ്രായേൽ ചേരണമെന്ന റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം വെനുൻസുലയിൽ കയറി മഡുറോയെ പിടിച്ചുകൊണ്ടുപോയ പോലെ അവിടുന്ന് ആയത്തുള്ള ഖമനിയെ പിടിച്ചുകൊണ്ടുപോകാൻ സാധിക്കില്ല. ലക്ഷക്കണക്കിന് സൈന്യമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഡ്രോണുകളുടെയും മിസൈലുകളുടെയും വലിയ നിര, ആയിരക്കണക്കിന് നിരയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം വരും, സേനാ താവളങ്ങളിലേക്ക് ആക്രമണം വരും, കപ്പൽ വേണ്ടി വന്നാൽ മുക്കും അമേരിക്കയുടെ എന്ന് ആയത്തുള്ള ഖമേനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ SKN കാര്യങ്ങൾ സംഘർഷഭരിതമാണ്. എന്ന് മാത്രമല്ല, ഇത് വന്നാൽ എണ്ണയുടെ വില കൂടും. ഇന്ത്യയിലടക്കം എണ്ണയുടെ പേരിൽ പണപ്പെരുപ്പം ഉണ്ടാകും. ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കും. ഒരു റീജിയണൽ മേഖലാ യുദ്ധത്തേക്കാൾ ഒരു പക്ഷേ അതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഒരുപാട് താല്പര്യങ്ങൾ ഇവിടെയുണ്ട്.